മദ്യം കഴിക്കുന്നത് മാത്രമാണ് നിങ്ങളെ ലിവറിനെ അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിവറിന് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ജീവിതശൈലി കാരണം വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലെ തന്നെ ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ലിസ്റ്റിൽ വളരെ പ്രാധാന്യമായിട്ട് വരുന്ന മറ്റൊരു അസുഖമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. നമ്മൾ ഒ പിയിൽ വരുന്ന മറ്റ് വൈറസ് സംബന്ധമായിട്ട് അസുഖങ്ങൾക്ക് ഒ പിയിൽ വരുന്ന പേഷ്യൻസിന് സ്കാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മിക്ക ആളുകൾ, ഒരു 90% ആളുകളിലും കാണുന്നതാണ് ഗ്രേഡ് 1 ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഗ്രേഡ് 2 ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇപ്പം ഗ്രേഡ് 1 ഫാറ്റി ലിവർ ആണെന്നുണ്ടെങ്കിൽ മെഡിസിൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾ ജീവിതശൈലി കൊണ്ടും ഭക്ഷണക്രമത്തോടു കൂടി അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് റിവേഴ്സ് ചെയ്യൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഗ്രേഡ് 2 പോയാലോ അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് സിറോസിസ് പോലുള്ള അസുഖങ്ങളിലോട്ട് എത്തിയാലോ അത് വളരെയധികം നിങ്ങളെ ബോഡിയെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാനും അത് റിവേഴ്സ് ചെയ്യാനും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിങ്ങളെ ബോഡിയെ എത്തിക്കും. ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഉള്ളവർ അത് റിവേഴ്സിബിൾ ചെയ്യാനായിട്ട് നിങ്ങളെ ജീവിതശൈലിയിൽ, നിങ്ങളെ ഭക്ഷണക്രമത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് വരുത്തേണ്ടത്, അതുപോലെ തന്നെ എന്തെല്ലാം രീതിയിലുള്ള വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഫാത്തിമത്ത് അഷ്ഫിന ഫ്രം ഡോക്ടർ ഹിബാസ് ആരോഗ്യ ക്ലിനിക് പെരിന്തൽമണ്ണ. പലരും വിചാരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഇറച്ചിയിലുള്ള അതുപോലെ എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങളിൽ അടങ്ങിയിട്ടുള്ള കൊഴുപ്പ് ആണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നതെന്നാണ്. പക്ഷേ നമ്മുടെ മലയാളികൾക്ക് കൂടുതലായിട്ടുള്ളൊരു ശീലമാണ് ഒരു 2 നേരം അല്ലെങ്കിൽ 3 നേരം വരെ നല്ല രീതിയിൽ ചോറ് കഴിക്കുന്നത്. ഇതിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല പഞ്ചസാര ഇട്ട് ചായ കുടിക്കുന്നത്, ഇതിൽ ഫ്രക്ടോസ്, ഇതിലടങ്ങിയിട്ടുള്ള ഫ്രക്ടോസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിലെത്തിയാൽ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആവും. തീർച്ചയായും നമ്മൾ ബോഡിയിലെ പല ഫങ്ഷൻസിനും എനർജി തരുന്നത് ഗ്ലൂക്കോസ് തന്നെയാണ്. പക്ഷേ ഇത് നമ്മുടെ കൂടുതലായാൽ, ഗ്ലൂക്കോസ് ശരീരത്തിൽ കൂടുതലായാൽ അത് ലിവറിൽ എത്തി ട്രൈഗ്ലിസറൈഡായിട്ട്, അതായത് കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ലിവറിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കൊഴുപ്പായിട്ട് ലിവറിൽ സ്റ്റോർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഫാറ്റി ലിവറിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കാർബോഹൈഡ്രേറ്റും ഉയർന്ന അളവിലുള്ള പഞ്ചസാരയാണ്. ഈ ഇറച്ചി, മീൻ, മുട്ട ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രകൃതിദത്തമായിട്ടുള്ള പ്രോട്ടീനാണ് അടങ്ങിയിട്ടുള്ളത്. അത് വേവിച്ച് കഴിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല. പക്ഷെ അത് ഡീപ്പ് ഫ്രൈ ചെയ്ത് നല്ല രീതിയിൽ എണ്ണ ഉപയോഗിച്ചൊക്കെ ഫ്രൈ ചെയ്തിട്ടാണ് കഴിക്കുന്നത് എങ്കിൽ അത് ഫാറ്റി ലിവറിലോട്ട് നയിക്കാൻ കാരണമാകുന്നുണ്ട്. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. ഫാറ്റി ലിവറിനെ അഫക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബോഡിയിൽ ചില സിഗ്നൽസ് കാണിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബെല്ലി ഫാറ്റ്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടും. പ്രത്യേകിച്ച് അടിവയറ്റിൽ ബെല്ലി ഫാറ്റായിട്ട് കൊഴുപ്പ് സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ഈ കൊഴുപ്പ് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാകുന്നുണ്ട്. അത് കാരണമായിട്ട് നിങ്ങളുടെ ബോഡിയിൽ വേറെയും പല ചേഞ്ചസ് വരുത്താം. നിങ്ങൾ കഴുത്തിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ കക്ഷത്തിൻ്റെ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് കറുപ്പ് നിറം വരിക, നല്ല കട്ടിയിലുള്ള കറുപ്പ് നിറം വരിക, അതായത് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് പറയും. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ലക്ഷണമാണ്. കൂടാതെ നമുക്ക് ഒ പിയിൽ എപ്പോഴും കിട്ടുന്ന ഒരു സിംറ്റമാണ് ഈ ലിവറിൻ്റെ ഭാഗത്തായിട്ട്, അതായത് വലത് ഭാഗത്ത് വയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അവർക്കൊരു ഹെവിനെസ് ഫീൽ ചെയ്യുക, ഒരു ഡ്രാഗിങ് പോലെ തോന്നുക, ചെറിയ രീതിയിൽ പെയിൻ തോന്നുക. ഇതെല്ലാം ഈ ഫാറ്റി ലിവറിൻ്റെ തുടക്കത്തിലുള്ള കുറച്ച് ലക്ഷണങ്ങളാണ്. അപ്പോൾ ആദ്യം മുതലേ നമ്മളെ ബോഡി കുറച്ച് സിംറ്റംസ് തന്നു തുടങ്ങും, ഇതുപോലുള്ള സിംറ്റംസ് തന്നു തുടങ്ങും. അപ്പോൾ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതിയിലൂടെയും എക്സസൈസിലൂടെയും നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഭക്ഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. ഏറ്റവും മെയിനായിട്ട് പറയുന്നത് ചോറ് ഒഴിവാക്കുക എന്ന് പറയുന്നത് പലർക്കും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ലായിരിക്കും. പക്ഷെ ചോറിൻ്റെ അളവ് കുറയ്ക്കുക, അതോടൊപ്പം തന്നെ തവിടുള്ള അരി, ചോറിനായിട്ട് തവിടുള്ള അരി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടുള്ള കാരണം. അതുപോലെ തന്നെ അതിൻ്റെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കുക. ഫാറ്റി ലിവർ ഉള്ളവർ രാവിലെ ചായയിൽ മധുരം ഇടാതെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം. ചിലപ്പോൾ നിങ്ങൾ പഞ്ചസാരക്ക് പകരം ശർക്കര യൂസ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ രണ്ടാണെന്നുണ്ടെങ്കിലും അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അതിലും
നല്ല രീതിയിൽ ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ആഡ് ചെയ്യാതെ മധുരം ഇടാതെ ചായ കുടിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി രാവിലെ വെറും വയറ്റിൽ ചെറു ചൂടുവെള്ളത്തിൽ അല്പം നാരങ്ങ നീര് ആഡ് ചെയ്ത് കഴിക്കുക. ഇത് ലിവർ ഡീടോക്സിഫിക്കേഷന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീ ശീലാക്കാവുന്നതാണ്. മധുരം ഇടാതെ ഗ്രീൻ ടീ കുടിക്കുന്നത് ഇതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ലിവർ കോശങ്ങളെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളത്തിൽ ഒരു ചെറിയ സ്പൂണ് ആപ്പിൾ സിഡർ വിനാഗിരി ഒഴിച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇതുപോലെ ഈ ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിഷൻ കാരണമായിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാനും ഫാറ്റി ലിവർ കുറക്കാനും വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലർ ചോറിന് പകരം ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ള രീതിയിൽ പറയുന്നവരുണ്ട്. പക്ഷെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ഫ്രൂട്ട്സുകൾ, ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സുകൾ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിള്, പേരക്ക, ബെറീസ്, സ്ട്രോബെറി പോലെയുള്ള ബെറീസ് അല്ലെങ്കിൽ ഓറഞ്ച്, ഇത്തരം ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ പഴുത്ത ഫ്രൂട്ട്സുകൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ധാരാളം മാങ്ങ അതുപോലെ ചക്കയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം ഫ്രൂട്ട്സ് നല്ല രീതിയിൽ പഴുത്തത് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ പിന്നെ മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഫ്രൂട്ട്സ് എന്നുള്ളത് ചിലർ ജ്യൂസായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ അതിലുള്ള ഫൈബർ കണ്ടൻറ്റ് കുറയാണ് അല്ലെങ്കിൽ ഇല്ലാതാവാണ്. ഇതിൽ പിന്നെ വെറും സൊല്യൂബിളായിട്ടുള്ള ഫ്രക്ടോസ് മാത്രമാണ്. അത് ലിവറിൽ എത്തിയാൽ കൂടുതലായിട്ട് ഫാറ്റി ലിവർ ഉള്ളവർക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത്തരം ആളുകൾ ജ്യൂസിന് പകരം റോ ആയിട്ട് തന്നെ ഫ്രൂട്ട്സ് കടിച്ച് തിന്നാൻ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ള പേഷ്യൻസ് ഇത് കൂടാതെ ബേക്കറി ഐറ്റംസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, എണ്ണ പലഹാരങ്ങൾ, മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പൊറോട്ട, ബ്രെഡ്, ഇൻസ്റ്റൻറ്റ് ന്യൂഡിൽസ്, ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പകരം നിങ്ങൾക്ക് ഈ കാർബോഹൈഡ്രേറ്റും മധുരമൊക്കെ കുറച്ച് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇപ്പോൾ ഈ ചിക്കനും മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേവിച്ചിട്ട് ഫ്രൈ ആക്കുന്നതിന് പകരം വേവിച്ചിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ചോറിൻ്റെ അളവ് കുറക്കുക. തവിടുള്ള ധാന്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ചോറാണെങ്കിൽ പോലും തവിടുള്ള അരി ഉപയോഗിക്കുക. സോഫ്റ്റ് ഡ്രിങ്ക്സ് കുറയ്ക്കുക. ഇതൊക്കെയാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ പൂർണ്ണമായിട്ട് ഫാറ്റി ലിവറുള്ള ആളുകൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ആളുകൾ പ്രത്യേകിച്ച് ഗ്രേഡ് 1 എന്നുള്ളത് പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എക്സസൈസ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 30 മിനിറ്റ്സ് ഡെയിലി നിങ്ങൾ നല്ല രീതിയിൽ നടക്കുക, അല്ലെങ്കിൽ സൈക്ലിങ്, സ്വിമ്മിങ് പോലെയുള്ള നല്ല രീതിയിലുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഫാറ്റി ലിവർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റും മധുരവും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറച്ച് കൂടുതലായിട്ട് പച്ചക്കറികൾ, അതുപോലെ നേരത്തെ പറഞ്ഞ ഫ്രൂട്ട്സുകൾ, ജ്യൂസ് അല്ലാതെ ഫ്രൂട്ട്സുകളായിട്ട് നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നല്ല രീതിയിൽ ഡെയിലി എക്സസൈസുകളും അതുപോലെ തന്നെ ഒരു ദിവസം ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കുന്നതും ഡീടോക്സിഫിക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഈ ഭക്ഷണ രീതി കൊണ്ടും ഇതുപോലുള്ള എക്സസൈസുകൾ കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ കൺസൾട്ടേഷന് വേണ്ടിയോ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ന ഫ്രം ഡോക്ടർ ഹിബ സരോവിയ ക്ലിനിക് പെരിന്തൽമണ്ണ.